27ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അനക്കമില്ലാത്ത മർജാനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന ആദേശിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർമാരെല്ലാവരും ധൃതിയിൽ അവളുടെ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഒന്നിട്ട് പേടിപ്പിച്ചെങ്കിലും അവസാനം അവളുടെ ഹാർട്ട് ബീറ്റ് തിരിച്ചു വരികയാണ്. വെളിയിലിറങ്ങിയ എല്ലാവരോടുമായി ഇപ്പം മർജാന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ അസ്ലി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സമാധാനമാവുന്നു. നീ എന്തിനാ വന്നേ? നിന്നെ ഞാനപ്പോൾ കണ്ടായിരുന്നു, പക്ഷെ എനിക്കപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല. അത് ഞാൻ നിന്നെ കാണാൻ വന്നതാ. കുറച്ചു മുന്നേ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നീ അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? അതിന് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. മർജാൻ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. പക്ഷെ ആദേശിന്റെ പ്രസൻസ് അവളുടെ ബോഡി തിരിച്ചറിയുന്നുണ്ട്. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പത്തിൽ നീ ഒരു സൈക്കിളിന്റെ മുകളിൽ നിന്ന് വീണത്? ഞാൻ നിന്നോട് വേദനിച്ചോന്ന് ചോദിച്ചപ്പോൾ നീ അന്ന് പറഞ്ഞത് ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വേദനിക്കില്ല എന്നാ. എന്താ ഇപ്പം ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. ഞാനെന്താ ഇവിടെ? എന്തു പറ്റി? നിനക്കൊരു ആക്സിഡന്റ് പറ്റി, പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ടിപ്പോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? എങ്ങനെയുണ്ടിപ്പോ? ഷീസ് നോർമൽ, പേടിക്കാനൊന്നുമില്ല. ഈ കുട്ടി ചെറുപ്പത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടല്ലേ? ട്രാൻസ്പ്ലാന്റേഷനോ? അതെ, അതുകൊണ്ട് ഈ കുട്ടിയുടെ ബോഡി എക്സ്ട്രാ സെൻസിറ്റീവാണ്. റിക്കവറി കുറച്ച് സമയമെടുക്കും. ഈ പറഞ്ഞ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യമൊക്കെ ആദേശിനും ഒരു പുതിയ അറിവായിരുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ആ പെണ്ണെ കാണാൻ പോയതാണോ? പിന്നെ എനിക്ക് വട്ടല്ലേ, ഞാൻ ആദേശിനെ കാണാൻ പോയതാ. ഇതാരാ ചെയ്തതെന്ന് വല്ലതും അറിഞ്ഞോ? ആർക്കറിയാം. മർജാനെ ഈ സമയം റൂമിലേക്ക് മാറ്റിയിരുന്നു. ആദേശ് അവളുടെ കൂടെ തന്നെ ഉണ്ട്. എന്തിനാ അവരെന്നെ ഷൂട്ട് ചെയ്തത്? നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ആരെ ഇതുവരെ അറിഞ്ഞോണ്ട് ഉപദ്രവിച്ചിട്ടില്ല. പിന്നെന്തിനാ? ഉടനെ അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും, ഐ പ്രോമിസ്. ഇപ്പൊ നീ അതൊന്നും ഓർക്കണ്ട. എന്തു പറ്റി? ഞാൻ ഡോക്ടറിനെ വിളിക്കാൻ നിൽക്കേ? വേണ്ട, ഞാൻ ഓക്കെയാണ്. നീ എന്തിനാ ചിരിക്കുന്നേ? അത് നിനക്കെന്തോ മാറ്റം പോലെ. ഇത് കൊള്ളാം, പക്ഷേ ഞാൻ മാറിയിട്ടൊന്നുമില്ല. നീയൊന്ന് സുഖമായിട്ട് വേണം എനിക്കൊന്ന് പഴയ ഫോമിലാവാൻ. നിനക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടല്ലേ? എനിക്കറിയില്ലായിരുന്നു. അതെ, ചെറുപ്പത്തിൽ വെച്ച് ഒരു സ്വപ്നം പോലെ. എനിക്കതേപ്പറ്റി വലിയ ഓർമ്മയൊന്നുമില്ല. ഈ സമയം ബിന്നാസ് ആൻറ്റിയും മർജാനെ കുറിച്ചാണ് ഡിസ്കഷൻ. ചീച്ചക്കിന്റെ മാലിക്കിന്റെ ഇടയ്ക്കുള്ള ഈ കണ്ണും സീൻ കാരണം ഭരത് അവരെ ഇപ്പൊ കൈയോടെ പൊക്കിയാനെ. റൂമിലേക്ക് മാറ്റിയതറിഞ്ഞ് മർജാനെ കാണാൻ ഹൈദറും നെർമിനും എത്തി. ഞങ്ങളെല്ലാരും പേടിച്ചു പോയി കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? കുഴപ്പമില്ല. മർജാൻ ഉടനെ ഡിസ്ചാർജ് ആയി വരുന്നറിഞ്ഞ് ബിന്നാസ് അവൾക്ക് വേണ്ടി എന്തോ കാര്യമായി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മുസേനെ ഇടയ്ക്ക് അറിയാത്തെല്ലാം കൊളവാക്കുകയാണ്. ഇതുവരെ അപ്ഡേഷനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പക്ഷെ അതേശം ഒരു കാര്യമുണ്ട്. ടാർഗറ്റ് മർജാൻ തന്നെയായിരുന്നോ അതോ നിനക്കിട്ട് വെച്ച് തന്നെ അവൾക്കിട്ട് കൊണ്ടതാണോന്ന്? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അവർക്ക് എപ്പോഴേ അത് ചെയ്യായിരുന്നു. അതിനിഷ്ടം പോലെ ചാൻസ് കിട്ടിയതാ. നിനക്ക് ഉറപ്പാണോ അത്? പക്ഷെ ഷൂട്ട് ചെയ്ത ആൾ എക്സ്പേർട്ട് അല്ലാന്ന് ഉറപ്പാ. അതുകൊണ്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. നിന്നെ ഞാൻ ഇതുപോലെ കണ്ടിട്ടേ ഇല്ല. ഇതുപോലെ ഇത്രയും സങ്കടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ. എന്താ നിന്റെ പ്രശ്നം? ഇത് കേട്ട് വെറുതെ നീ കിടന്ന് ചാടാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ലല്ലോ. വെറുതെ വിഷയം മാറ്റാതെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്ക്. എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ? അങ്ങനെ ഒന്നുമില്ല. നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം ശരിക്കും വിഷമത്തിൽ തന്നെയാണ്. ജമാലിന് ഈ സമയം സംഭവത്തെപ്പറ്റി എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു കോള് വരുന്നു. ഇത് കേട്ടപാടെ ആദേശ് തന്റെ കാര്യം അന്വേഷിക്കാൻ ചാടിയിറങ്ങാണ്. അടുത്ത സീനിൽ സംശയം തോന്നിയ 3-4 ആദേശ് തൂത്തുവാരി ഇരിക്കുന്നു. പക്ഷെ ഇവരെല്ലാം അയ്യോഭാവങ്ങളാണെന്ന് പിന്നെയാണ് അവന് മനസ്സിലായത്.
ആ, ഇന്നും ലേറ്റ് ആണല്ലോ. വെറുതെ ഇവിടെ ഒന്നും സമയം കളയണ്ട. നീ ഉദ്ദേശിച്ചവനോടെ ഇല്ല. എന്നാലും എൻ്റെ ബറാത്തെ നിനക്ക് ഏത് നേരത്താടാ തോന്നിയത് അവരോട് ഒന്ന് കടമേടിക്കാൻ? പിന്നെ ഇത്രയും പൈസക്ക് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഇപ്പം നമ്മുടെ ജോലി കാണില്ലായിരുന്നു. അല്ല, നിന്റെ അച്ഛൻ റിച്ച് അല്ലേ? അപ്പൊ പിന്നെ എനിക്ക് നിന്നോട് കടം മേടിച്ചാൽ പോരായിരുന്നു? ആ ബെസ്റ്റ് എൻ്റെയോ? കൊള്ളാം. ബറാത്തിന്റെ ചോദ്യത്തിന് മാലിക് ഒരു തട്ടിക്കൂട്ട് മറുപടിയാണ് പറയുന്നത്. ഇവനും എന്തൊക്കെയാ സ്വന്തം ഫാമിലിയുടെ കാര്യത്തിൽ ഒളിപ്പിക്കുന്നത് നമുക്ക് കാണാം. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? കുറച്ചു പരിപാടി ഉണ്ടായിരുന്നു. എന്തേ ഇത്ര നേരം ആയപ്പോഴത്തേനും നീ എന്നെ മിസ് ചെയ്തോ? ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാൻ ബാക്കി. എഴുന്നേക്ക. ഇതെന്തേ കയ്യില്? അത് വിട്, നീ കഴിക്കേ. കാര്യം അറിയാതെ കഴിക്കുന്ന പ്രശ്നമില്ല. ഇതെന്താ സംഭവം? ഇതേ നന്നായി മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ ഇരുന്ന് ഇരിപ്പിന് നേഴ്സിനെ വിളിച്ച് കൂവുകയാണ്. ശരി ശരി, അലറണ്ട. ഈ ഗൺഷോട്ടിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അതിന്റെ പുറകെ പോയതാ. പക്ഷെ അവനല്ല. ഇത്രേ ഉള്ളോ? അതോ ഇനി എന്തേലും ഒളിപ്പിക്കുന്നുണ്ടോ നീ? അത് കഴിക്കാൻ നോക്കല്ല, തണുത്തു മരച്ച് പോവോ അത്. മരുന്നിന്റെ വീര്യം കാരണം മർജാന്റെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ട്. ഇങ്ങിതാ. നീയും കഴിക്കേ. ഞാൻ കഴിച്ചു. വെറുതെ കള്ളം പറയാതെ കഴിക്കാൻ നോക്ക്. ഈ സീന്റെ ഇടയ്ക്കാണ് നെസറും ഡെമറ്റും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പക്ഷെ നെസർ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ട് കാണുമ്പോൾ മർജാന്റെ മുഖം മാറുന്നു. എന്തുപറ്റി? ഒന്നുമില്ല. എങ്ങനെയാണ് നിനക്കിപ്പോ? ഈ കാര്യം അറിഞ്ഞതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഡെമറ്റ് ഇടയ്ക്ക് കയറി. ഈ സമയം സെഹ്റ ചീച്ചക്കിനെയും മാലിക്കിനെയും കൈയോടെ പൊക്കുകയാണ്. എന്നിട്ട് അവൾ മാലിക്കുമായിട്ട് ഉടനെ ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ ബിന്നാസിനോട് ഈ കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് ചീച്ചക്കിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സംഭവം കൊണ്ട് മർജാൻ നന്നായി പേടിച്ചിരുന്നു. അതുകൊണ്ട് ഇനി തനിക്ക് എന്ത് സംഭവിച്ചാലും ആ പ്രൊജക്ട് ആദേശം കൊണ്ട് വിട്ടുകളയരുതെന്ന് അവൾ ആദേശിനോട് പറയുന്നു. ഇത് കേട്ട ആദേശം അവനെ കഴിയുന്ന പോലെയൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മർജാൻ എങ്ങാനും തന്നെ കണ്ടു കാണുമെന്നോർത്ത് അസ്ലിക്ക് ഈ സമയം ഒരു സമാധാനവും ഇല്ല. ഞാൻ വീണ്ടും താഹിറിനെ കണ്ടു. അവനിപ്പോ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ അത്രയും ഹാപ്പി ആയിരുന്നെങ്കിൽ പിന്നെന്തിനായിരിക്കും അവനൊരു ദിവസം പെട്ടെന്ന് ഡിസപ്പിയർ ആയത്? അറിയില്ല. അവനെ കണ്ടുപിടിച്ചിട്ട് അത് ചോദിക്കും ഞാൻ. ആദേശിന്റെ മാറ്റം കണ്ട് മുസൈനത്തിന് സമാധാനം പോയിട്ട് കുറച്ചു നാളായി. അതിന്റെ കൂടെ നെർമീൻ അവൻ മർജാനെ നന്നായി നോക്കുന്ന കാര്യം പറഞ്ഞ് വീണ്ടും വെറുപ്പിക്കുന്നു. നീ താഹിറുമായിട്ട് എത്രമാത്രം അടുത്താണോ ആദേശമായി നീ അത്രയും തന്നെ അകലെയാണ്. ഞാൻ നിന്നോട് അടുക്കും തോറും നിന്റെ വേദന കൂടുകയുള്ളൂ. ഒരുപക്ഷെ താഹിറായിരുന്നെങ്കിൽ. അതിനൊരു ഉത്തരം പറയാൻ അവനും അപ്പം പറ്റുന്നില്ല. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ മുന്നിൽ വെള്ള യൂണിഫോം ഇട്ട നേഴ്സിനെ കണ്ട് മർജൻ പെട്ടെന്ന് പാനിക്കായി. എന്തു പറ്റി? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടു.